മാധവിക്കുട്ടി മലയാള ഭാഷയുടെ നീർമാതളപ്പൂവ്. ബാല്യകാല സ്മരണകൾ. അമ്മമ്മ എന്നെ ആദ്യമായി കോവിലകത്ത് കൊണ്ടുപോയ ദിവസം ഞാൻ ഇന്നും നല്ല പോലെ ഓർക്കുന്നു. ജാതി വ്യത്യാസത്തെ പറ്റിയുള്ള ആദ്യ പാഠം അന്നാണ് ഞാൻ പഠിച്ചത്. കോവിലകത്തിൻ്റെ പടിവാതിൽക്കൽ 2 കൽപ്രതിമകളെ കണ്ടതായി ഞാൻ ഓർക്കുന്നു. അവർ ദ്വാരപാലകന്മാരാണെന്ന് അമ്മമ്മ എന്നോട് പറഞ്ഞു. കൽക്കത്തയിൽ പാർക്ക് സ്ട്രീറ്റിൽ എൻ്റെ അച്ഛനമ്മമാർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഗേറ്റിൽ കാണാറുള്ള പാറാവുകാരനെ ഞാൻ സ്നേഹത്തോടെ ഓർത്തു. ജീവനുള്ള ദ്വാരപാലകൻ. എന്നെ കയറ്റുകട്ടിലിൽ തന്നോടൊപ്പം ഇരുത്തി എൻ്റെ ടീച്ചറിനെ പറ്റിയും ആയയെ പറ്റിയും ചോദ്യങ്ങൾ ചോദിക്കാറുള്ള പ്രിയമിത്രം. മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ ഇവിടെ തുടങ്ങുന്നു. കുട്ടിക്ക് ശത്രുക്കളെയാ ഇഷ്ടം. കുട്ടിക്ക് എന്നെ കണ്ടൂടാ. കുട്ടിയെ സ്നേഹിക്കണവരെ കുട്ടിക്ക് കണ്ടൂടാ. എൻ്റെ ദുഃഖം ആരോടാ ഞാൻ പറയാ? കുട്ടിയെ വല്ലവരും വെഞ്ചിമേ കയറ്റി നിർത്തുമ്പോൾ എൻ്റെ ഇടനെഞ്ച് പൊട്ടും. കുട്ടിക്ക് അതിശയുണ്ടോ? ദേവകിയുടെ കണ്ണുനീർ അവളുടെ കവിളിൽ കൂടി ഒഴുകി എൻ്റെ നെറ്റിമേൽ വീണു. എനിക്കും അകാരണമായ ഒരു ദുഃഖം അനുഭവപ്പെട്ടു. ഇതോടെ മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ എന്ന പുസ്തകം സമ്പൂർണമാവുന്നു.